ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നിപ്പോൾ ഇതാ നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാല ബന്നില്ലേ, അതെങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂട് വെള്ളവും 1/4 കപ്പ് അളവിൽ ഇളം ചൂട് പാൽ, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ്, ഇത്രയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ മാറരുത്, വെള്ളത്തിൻ്റെ ചൂടൊന്നും കൂടിപ്പോവരുത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പം ഈസ്റ്റൊക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2.5 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ ഓയിലും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ വെള്ളവും ഓയിലും പാലും ഒക്കെ കൂടി മതിയാവും. നല്ല പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ മാറരുത്. മൈദയൊക്കെ എടുക്കുന്ന ടൈമിൽ ആ ഒരു മെഷറിങ് കപ്പ് കറക്റ്റായിട്ട് വടിച്ചെടുത്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്താ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഒരു 10 മിനിറ്റ് നേരമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് സൗണ്ടൊക്കെ പോയി കിടക്കാമെന്ന്, ഒട്ടും തന്നെ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതാ നമ്മൾ ഏത് ബൗളിലാണോ വെച്ച് കൊടുക്കുന്നത് ആ ഒരു ബൗളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോവാണ്ടിരിക്കാനാണ് കേട്ടോ ഓയിലായി കൊടുക്കുന്നത്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്ക് നല്ല രീതിയിൽ പൊങ്ങി വന്നോളൂ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ, 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടിയിലെ അതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായും കൂടി ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായപ്പൊടി സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ പൊടിച്ചിട്ടുള്ളത് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ ചെറിയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു ഫില്ലിങ്സ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയിപ്പോൾ ഇത് അതവിടെ മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് കുറച്ചൊന്ന് വലുതും ഒന്ന് അതിനേക്കാളും ഒരു പൊടിക്കൊന്ന് ചേർത്തിട്ടോ. ഒരുപാട് ഡിഫറൻസിലല്ല, ചെറിയൊരു ഡിഫറൻസിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ രണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസിലൊന്ന് എടുത്താൽ മതി, ഒരുപാട് മാറ്റമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം താഴ്ഭാഗത്ത് വെക്കാനുള്ള ആ ഒരു വലിയ ബോളില്ലേ അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിന്നായിട്ടല്ല, എന്നാൽ ഭയങ്കര തിക്നെസ്സിലല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ നല്ല പോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്കില്ലേ ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് എന്തോ പോലെ ആവുന്നുണ്ടാവല്ലേ, നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കാട്ടോ, ഞാൻ വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കാമെന്ന്. അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഏത് ടിന്നിലാണോ ബേക്കാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല,
പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ടിന്നിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് സൈഡ്സൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. സൈഡ്സിലേക്കൊക്കെ ഒന്ന് കയറി നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ ട്രേയിലോ അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ട്രേയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കെയർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വിള്ളൽ വന്നാൽ നമ്മുടെ ഫില്ലിങ്സൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ മറ്റേ ഒരു ബോളില്ലേ അതുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. രണ്ടും ഒരേ തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ അതും പരത്തിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് പരത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഫില്ലിങ്സ് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലിങ്സിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ, നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങില്ലേ ആ ഒരു ഫ്ലേവറൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇടയ്ക്ക് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തേ പിന്നെ ആ മറ്റേ ലെയറില്ലേ അതുകൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡ്സൊക്കെ നല്ല പോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോവും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സൈഡ്സൊക്കെ ഒന്ന് നല്ല പോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതാ പറഞ്ഞത്, വേറൊരു ട്രേ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിരിക്കും. പിസ്സ ട്രേയോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള മറ്റുള്ള ട്രേയിൽ നമ്മൾ അലൂമിനിയത്തിൻ്റെ മൂടിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഒരുപാട് ആയത്തിലൊന്ന് കുത്തി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് മുകൾ ഭാഗത്ത് ഒന്നൊന്ന് കുത്തി കൊടുത്താൽ മതി. അത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്യുന്ന ടൈമിൽ. ഇനി ഒരു 20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലെ ഓവൺ ഇല്ലാണ്ടും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഓവൺ ഇല്ലാണ്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നില്ലേ അതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതാ എഗ് വാഷ് ചെയ്യാനുള്ള എഗ്ഗും ഇവിടെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല പോലെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മുകൾ ഭാഗത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നില്ലേ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അതേപോലെയും ചെയ്തെടുക്കുക. എന്നാലും ചെറിയൊരു കളറൊക്കെ കിട്ടും. ഇനി മുട്ട ചെയ്യുമ്പോൾ ചിലർക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് സെസമി സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെറും ഓപ്ഷണലാണ്, ഞാൻ കയ്യിലില്ലോണ്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതിന്. ആ ഒരു കാണാനുള്ള മൊഞ്ചിന് വേണ്ടി മാത്രമാണ് കേട്ടോ, ഒരു നിർബന്ധമില്ല. ഇനി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരു ബേജാറും വേണ്ട. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ബേക്കാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് 160 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഓവണൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 160 ഡിഗ്രിയിൽ തന്നെ ഒരു 25 മിനിറ്റ് നേരം ഒന്ന് ബേക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ പോലെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറില്ലേ അതൊക്കെ നോക്കിയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഇനി ഓവൺ ഇല്ലാണ്ട് വേണമെങ്കിൽ നമ്മൾ ഓവൺ ഇല്ലാണ്ട് കേക്കൊക്കെ ബേക്കാക്കി എടുക്കില്ലേ അതേപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമ്മുടെ മസാല ബൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ആയിപ്പോയിട്ടുണ്ട്, പക്ഷെ കാണാനുള്ള ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ആ ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെസമി സീഡ് ഇട്ടുകൊണ്ട് തന്നെ അത് ഇളകി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇത് ചൂടാറണം കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. നല്ല പോലെ ചൂടാറിയിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കിയിട്ട് ആയാൻ നോക്കുക. ഞാൻ ആ ചൂടോടെ ഒന്ന് ടീനെടുത്ത് പിടിച്ചാൽ നല്ല സുഖം ഉണ്ടായിരുന്നു, നന്നായിട്ട് കൈവള്ളി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചൂട് ഫുള്ളായിട്ട് ആറാൻ വെയിറ്റ് ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള തിരക്കൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ നല്ല പോലെ ചൂടാറിയിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഞാൻ ആ ഒരു ടിന്നിൽ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് സൈഡ്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പ്രസ് ചെയ്തപ്പോൾ പറ്റിയ പണിയാന്ന് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നന്നായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്യാമെന്ന്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. എന്തായാലും അവർക്ക് ഇഷ്ടമാവും. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസാല ബന്നൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.